ഇപ്പൊ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ ഇല്ലെങ്കിലും നമ്മൾ ഇടിവെട്ടാണ് മറ്റതാണെന്ന് കൊടുക്കുന്ന സിനിമ അറിയാന്നുള്ളവർക്ക് നല്ല നല്ല നല്ലൊരു സിനിമ. അതെ, ഒന്ന് പല്ലൊട്ടി, പിന്നെ ഈ ഭരതനാട്യം, ഇതൊക്കെ നല്ല മൂവികളായിരുന്നു. പക്ഷെ നമ്മൾ OTT വന്നതിന് ശേഷം ഇതൊരു മഹത് സംഭവമാണ്, ഇത് എല്ലാവരും കാണേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് കാര്യമല്ല. ഈ മനക്കലെ പഠിപ്പര കടന്ന പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇത് തന്നെയാണ്. നല്ല 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 സിനിമ, സൂപ്പർ സിനിമ. കോമഡിയാണോ? കോമഡി അല്ല, ഒരു ചെറിയ ഒരു ഫാമിലി സബ്ജക്റ്റ്. അത് സൈജു കുറുപ്പിന്റെ ഒരു വ്യത്യസ്ത ഒരു ഒരു 2 മണിക്കൂർ കുഴപ്പമില്ല. എന്തായിരുന്നാലും കൊടുക്കുന്ന പൈസയ്ക്ക് അത് മുതല. ഇപ്പൊ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ ഇല്ലെങ്കിലും നമ്മൾ ഇടിവെട്ടാണ് മറ്റതാണെന്ന് കൊടുക്കുന്ന സിനിമ അറിയാന്നുള്ളവർക്ക് നല്ല നല്ല നല്ലൊരു സിനിമ. പിന്നെ സിദ്ധാർത്ഥ് ഭരതന്റെ റോള് ഒരു ഫാമിലിക്ക് പറ്റിയ കുഴപ്പമില്ല. സുരേഷ് കൃഷ്ണൻ ആടി ആടി ഒരു സെക്യൂരിറ്റി ഓഫീസർ തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പ്. കോമഡീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലൊരു ചെറിയ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട്. എങ്ങനെയുണ്ടാ ഈ സുരേഷ് കൃഷ്ണയുടെ കോമഡിയൊക്കെ? സുരേഷ് കൃഷ്ണ നേരത്തെ തെളിയിച്ച ഒരാളല്ലേ, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ജഡ്ജും ഒരു സെക്യൂരിറ്റി ഓഫീസറും. നല്ല ഒരു വരാത്തൊരു തീമാണ്, കൊള്ളാം. നല്ല ചെറിയ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. അടിപൊളിയായിട്ടും നല്ല എൻഗേജിങ് ആയിരുന്നു. അടിപൊളിയാ. അവസാനം ഇന്റർവ്യൂവിന് ശേഷം ഒരു രക്ഷയില്ല. ഇന്റർവ്യൂവിൽ വരെ നല്ലൊരു ഫാമിലി പടം പോലെ പോയിട്ട് പിന്നെ അങ്ങോട്ട് തകർത്തു. എങ്ങനെയുണ്ടാ കോമഡിയൊക്കെ? എങ്ങനെ? എല്ലാം കൊള്ളാം, സൂപ്പർ, ഓൾവേസ് നല്ല ബെസ്റ്റ് പടം. കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഒരുവിധം എന്തു പറയാ, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരുവിധം ആസ്വദിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഗുണമായിട്ട് ഒന്നും പറയാനില്ല. കൊള്ളാം. എങ്ങനെയുണ്ട് സുരേഷ് കൃഷ്ണയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു കോമഡിയൊക്കെ? കോമഡി നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്, ഒരു കൊച്ചു സിനിമ. പക്ഷെ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സിനിമ കണ്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഞാൻ ഈ സിനിമ കാണാൻ കയറി ഡയറക്ടറുടെ രാഹുൽ ജി നായരുടെ ആ പേര് കണ്ടിട്ടാണ് ഞാൻ കയറിയത്. പുള്ളി ആണ് കഥയും സംവിധാനവും ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം ഒറ്റമുറി വെളിച്ചത്തിന് 4 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്. പുള്ളിയുടെ ആ കഥയുടെ മികവ് കൊണ്ടും സംവിധാന മികവ് കൊണ്ടാണ് ആ ഫിലിമിന് അത് കിട്ടിയത്. പിന്നീട് കള്ളനോട്ടം എന്ന് പറഞ്ഞ സിനിമ, അതും ഒരു ചെറിയ സിനിമയായിരുന്നു, പക്ഷെ നല്ല സിനിമ, നാഷണൽ അവാർഡ് കിട്ടിയ ഫിലിമാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു പേര് കണ്ടിട്ട് മാത്രമാണ് ഈ സിനിമ കാണാൻ കയറി. ആ പ്രതീക്ഷ ഒന്നും പുള്ളി തെറ്റിച്ചില്ല. ഭംഗിയായിട്ട് കഥ എഴുതിയിട്ടുണ്ട്, നല്ല കഥയാണ്, ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നല്ല സിനിമാറ്റോഗ്രാഫിയാണ്, മ്യൂസിക്, ഏതോ ഒരു പുതിയ പയ്യനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. എല്ലാം നമുക്ക് ഇമ്പമാർന്ന കുറച്ച് പാട്ടുകളുണ്ട്. പിന്നെ പെർഫോമൻസ്, അത് പ്രത്യേകിച്ച് പറയാം. സുരേഷ് കൃഷ്ണയും സൈജു കുറുപ്പും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ സൈജു കുറുപ്പ് കഴിഞ്ഞ വർഷം 2024 ഒരുപാട് നല്ല ഫീൽ ഗുഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിലൊന്നും ഈ സിനിമ വിജയിക്കാതെ പോയി. ഒന്ന് പല്ലൊട്ടി, പിന്നെ ഈ ഭരതനാട്യം, ഇതൊക്കെ നല്ല മൂവികളായിരുന്നു. പക്ഷെ നമ്മൾ OTT വന്നതിന് ശേഷം ഇതൊരു മഹത് സംഭവമാണ്, ഇത് എല്ലാവരും കാണേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് കാര്യമല്ല. ഇതും നല്ല മൂവിയാണ്. സൈജു കുറുപ്പിൻ്റെ, സുരേഷ് കൃഷ്ണയുടെ ഒക്കെ ബെസ്റ്റ് പെർഫോമൻസ് കൊണ്ട് വളരെ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു മനസ്സ് നിറഞ്ഞിട്ട് ആണ് പുറത്തിറങ്ങി. കണ്ടുകൊണ്ടിരുന്ന കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, ആകെ നാമാത്രമായിട്ടുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയത്. നല്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു സിനിമ സീരിയസ് ആയോ എന്ന് പറയുമ്പോൾ മാവോയിസ്റ്റ് ആക്രമണം അതൊക്കെയാണ് സംഭവം. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കുറേ പോലീസുകാരുടെ ആത്മകഥയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ ജഡ്ജിമാരും വന്ന് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെയും കുറേ പേരുടെയൊക്കെ അവർക്കൊക്കെ കുറച്ച് പുനർചിന്തനം നടത്താനൊക്കെയുള്ള അവസരമുള്ള ഒരു ഫിലിം കൂടെയാണ്. റിലേറ്റ് ചെയ്യും ജഡ്ജിമാർക്കും അവരുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോകുന്ന പോലീസുകാർക്കും നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പോലീസുകാരും ജഡ്ജിമാരും വളരെ നന്നായിട്ട് വന്ന് ഇവരെല്ലാം ഡെഫിനറ്റ്ലി വന്ന് കാണേണ്ട മൂവിയാണ്. നല്ലൊരു സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് ഈ സിനിമ എന്തായാലും നിറച്ചിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പുറത്തിറങ്ങി വരുന്നത്. എല്ലാവരും വന്ന് കാണണം, ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് വന്ന് കാണാം. നല്ല മൂവിയാണ്. കണ്ടുകൊണ്ടിരിക്കുക. കോമഡി ഉണ്ട്. സുരേഷ് കൃഷ്ണയൊക്കെ? സുരേഷ് കൃഷ്ണയൊക്കെ കൊള്ളാം, നല്ല